ലീഗിന്റെ വോട്ട് ഇത്തവണ കൃത്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ വീഴില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ലീഗിന്റെ 70% അണികളും കോൺഗ്രസിനൊപ്പം നിൽക്കാൻ മാനസികമായി വിയോജിപ്പുള്ളവരാണെന്നാണ് AK ബാലൻ 24-നോട് പറഞ്ഞത്. ലീഗിനെ LDFിൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് ലീഗ് ഒരു തീരുമാനം എടുത്താലല്ലേ നമുക്ക് നിലപാട് പറയാൻ കഴിയൂ എന്നാണ് AK ബാലന്റെ മറുപടി. SKN വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൽ ചൂടേറുന്നു. വലിയ രീതിയിലുള്ള പ്രചാരണം എല്ലാ മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ വേളയിൽ ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഒരാളായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള പരിജ്ഞാനമുള്ള ഒരു CPMന്റെ മുതിർന്ന നേതാവാണ് AK ബാലൻ. ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഒരു റൗണ്ട് പ്രചാരണം ഏറെക്കുറെ മുന്നേറിക്കഴിഞ്ഞു. എന്താണ് പ്രതീക്ഷ? 20 LDF ജയിക്കുമെന്നുള്ള ഒരു പൊതു പ്രതീതിയാണ് കാണാൻ സാധിക്കുന്നത്. എഴുതി തള്ളേണ്ട ഒരു മണ്ഡലവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പം മലപ്പുറത്തടക്കം നല്ലോണം മുസ്ലിം ലീഗിൻ്റെ വെള്ളം കുടിക്കുകയാണ്. 20 മണ്ഡലം ജയിക്കുന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൊന്നാനിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ET എന്തിനാ മലപ്പുറത്ത് പോയി? അയാളെ സിറ്റിംഗ് സീറ്റല്ലേ? ആരോഗ്യപരമായ കാരണം എന്താ പറഞ്ഞത്? മറ്റെടുക്ക ആരോഗ്യം വേണ്ടേ മലപ്പുറത്ത്? അപ്പോൾ പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയത്. നമ്പർ 1. നമ്പർ 2, എങ്ങനെയെങ്കിലും വടകരയിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു മുരളി. ഇപ്പോൾ തൃശ്ശൂരേക്ക് വന്നു, രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ പത്മജയെക്കാളും മുമ്പേ BJPയിലേക്ക് പോകേണ്ടിയിരുന്നത് പത്മജയല്ല, മുരളിയായിരുന്നു. നമ്മുടെയൊക്കെ സുഹൃത്ത് സുനിൽ തമ്പിങ് മെജോറിറ്റിയിലാണ് തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായിരിക്കും വടകരയിൽ നിന്ന് നേടാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ മുസ്ലിം വോട്ട് വളരെ നിർണായക, ലീഗിൻ്റെ ഉൾപ്പെടെ. കാരണം കോൺഗ്രസിന് പോലും പല മണ്ഡലങ്ങളിലും ലീഗ് നിർണായകമാണ്, കണ്ണൂർ ഉൾപ്പെടെ. ലീഗ് ഈ പ്രാവശ്യം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസിനോട് അല്ലെങ്കിൽ UDFിനോട് വലിയ ശക്തമായ നിലപാട് എടുക്കുന്നില്ല എന്ന് ചില ഗ്രൗണ്ടിൽ, ഇപ്പം കെ സുധാകരനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ശരിയാകുമെന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞേ ഈ ലീഗിന് നല്ല ഒരു മുൻതൂക്കം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് UDFിൽ. അതില്ലാന്ന് നമ്മൾ കാണണ്ട. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കിട്ടിയല്ലോ, യഥാർത്ഥത്തിലൊന്ന് ഉറച്ചു നിന്നാൽ 3 കിട്ടുമായിരുന്നു അവർക്ക്. UDFിൻ്റെ ഉള്ളിൽ ലീഗിന് അവരുടെ ഒരു വാദം ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രൂപത്തിലും രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. ഒരു സീറ്റ് കൂടി നമ്മളൊന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ കിട്ടുമായിരുന്നു എന്ന തോന്നൽ മഹാഭൂരിപക്ഷം ലീഗ് അണികളിലും ഉണ്ട്. ലീഗിൻ്റെ വോട്ട് കൃത്യമായി ഈ പ്രാവശ്യം കൈപ്പത്തിയിൽ കോൺഗ്രസിന് കിട്ടും. വീഴില്ല. CAA സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് വന്നില്ലേ? സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ടിൻ്റെ അനുബന്ധമായിട്ട് വരാൻ പോകുന്നത് എന്താ? പൗരത്വ രജിസ്റ്ററാണ്. നിങ്ങൾ കേവലം ഇതിനെ മാത്രം കാണരുത്. പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെയുള്ള പൗരന്മാരാരാണെന്ന് നാളെ RSSകാരാണ് നിശ്ചയിക്കാൻ പോകുന്നത്. അതിൽ ലീഗ് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തുള്ള പൗരന്മാരല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലീഗിന് UDFിൽ അധികകാലം തുടരാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട് കൃത്യമായി UDFിന് കിട്ടുമോ, കോൺഗ്രസിന് കിട്ടുമോ? ലീഗിൻ്റെ ഒരു 70% അണികളും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ മാനസികമായി യോജിപ്പില്ലാത്ത ആൾക്കാരാണ്. ഒരു രൂപത്തിലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അധികകാലം അവർക്കതിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കൂട്ടുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. അത് ഔപചാരികമായിട്ട് അവരൊരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമല്ലേ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, അതിൽ നിൽക്കാൻ അവർക്ക് പറ്റില്ല, ഒരിക്കലും അവർക്ക് കഴിയില്ല. വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പറയുന്നു. അതിൻ്റെ കാരണങ്ങൾ നിരത്തി പറയുന്നത്, ഒന്ന്, ന്യൂനപക്ഷ സമൂഹത്തിനിടയിലുള്ള അരക്ഷിതാവസ്ഥയുണ്ട്. അത് കൃത്യമായി ഇടതുമുന്നണിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന് കൂടിയാണ് AK ബാലൻ വിലയിരുത്തുന്നത്. ക്യാമറാമാൻ അഭിലാഷ് തൊഴുവങ്കടിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ദീപക് ധർമ്മടം, 24.